ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആനമല വീട് തിരുവല്ലാമലയിലെ ഏറ്റവും മികച്ച അതിഥി മന്ദിരത്തിലേക്ക് സ്വാഗതം. തിരുവല്ലാമലയിലും പരിസരത്തും എത്തുന്ന സന്ദർശകർക്കും വിവിധ ചടങ്ങുകൾക്കും അനുയോജ്യമായ ഒരിടം. വിവാഹം, പിറന്നാൾ ആഘോഷം, കമ്പനി മീറ്റിംഗുകൾ, പരിശീലനങ്ങൾ, പൂർവ്വ വിദ്യാർത്ഥി സംഗമം തുടങ്ങി ചടങ്ങുകൾ എന്തുമാകട്ടെ, പാരമ്പര്യവും ആധുനികതയും സമ്മേളിക്കുന്ന ആനമല ഹോം സ്റ്റേസ് അതിനെ അവിസ്മരണീയമാക്കുന്നു. 10 മുതൽ 12 പേർക്ക് വരെ താമസിക്കാനുള്ള AC മുറികൾ, വീട്ടിലെ ഭക്ഷണം, കാർ പാർക്കിംഗ് സൗകര്യം, ചെറിയ ചടങ്ങുകൾക്കുള്ള ഹാൾ തുടങ്ങി എല്ലാ സൗകര്യങ്ങളോടും കൂടി പ്രകൃതിയുടെ തനത് സൗന്ദര്യം ചോരാതെ ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ആനമല വീട്, ആനമല ഹോം സ്റ്റേസ്, കാട്ടുകുളം, തിരുവല്ലാമല. ജനഹൃദയങ്ങളിൽ ഇടം നേടിയ വിജയ ലോക്സ് ആൻഡ് പൈപ്സ് ഏകദേശം 3 തലമുറകളുടെ സേവന പാരമ്പര്യവുമായി 77 വർഷം പിന്നിടുന്നു. കേരളത്തിന് അകത്തും പുറത്തും ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തേക്കും സേവനം ആരംഭിച്ചിരിക്കുന്നു. ഡോർ ലോക്സിന് പുറമെ 20 കൊല്ലത്തോളമായി ലാക്ഫ്ലെക്സ് എന്ന ബ്രാൻഡോടുകൂടി ഫ്ലെക്സിബിൾ പൈപ്പ് നിർമ്മാണ രംഗത്തും മികവ് തെളിയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഗാർഹിക, വ്യാവസായിക, കൃഷി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഫ്ലെക്സിബിൾ ഹോസുകളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പരമ്പരാഗത ശൈലിയിൽ കിണറുകളിൽ നിന്ന് കുടിവെള്ളം പ്രകൃതി തരുന്ന എല്ലാ മൂല്യത്തോടും കൂടെ ഏറ്റവും പരിശുദ്ധമായി അടുക്കളയിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ ക്വാളിറ്റിയിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെയാണ് പൈപ്പുകൾ ഇവിടെ നിർമ്മിക്കുന്നത്. 1/2 ഇഞ്ച് മുതൽ 4 ഇഞ്ച് വരെ വ്യാസമുള്ള ഉറപ്പും മികവും ഗുണമേന്മയും ഒത്തുചേർന്ന് 30 മീറ്റർ നീളമുള്ള പൈപ്പുകൾ ഉൽപ്പാദിപ്പിക്കുന്നതോടൊപ്പം നീളം കുറഞ്ഞ കട്ട് പീസുകളും മിതമായ നിരക്കിൽ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നു. കർഷകർക്ക് എന്നും ഒരു കൈത്താങ്ങായി വിജയ ലോക്സ് ആൻഡ് പൈപ്സ്, ബിഹൈൻഡ് ഗസീബോ ഹെറിറ്റേജ്, കൊളപ്പുള്ളി, ഷൊർണൂർ. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 184ഓളം കുടുംബശ്രീ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നതായും 2357 അംഗങ്ങൾ കുടുംബശ്രീ യൂണിറ്റുകളിലായി ഉണ്ടെന്നും 19 യൂണിറ്റ് SC അംഗങ്ങൾ മാത്രമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും 22ഓളം സ്വയം സംരംഭകത്വ യൂണിറ്റുകൾ കേരളശ്ശേരി പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നതായും കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ചെയർപേഴ്സൺ A. പ്രമീള പറഞ്ഞു. കുടുംബശ്രീ ചെയർപേഴ്സണായിട്ട് എത്ര വർഷമായി? 2 വർഷം. 2 വർഷം. അതിന് മുമ്പേ ഈ മേഖലയിലൊക്കെ പ്രവർത്തിച്ച പരിചയം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ്. ഓക്കെ. നമ്മൾ കുടുംബശ്രീ പ്രസ്ഥാനം ഇപ്പോൾ 25 വർഷം പിന്നിട്ടു നല്ല രീതിയിൽ, എന്നുവെച്ചാൽ ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രസ്ഥാനമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ വളർന്നൊരു പ്രസ്ഥാനമാണ് കുടുംബശ്രീ. അപ്പോൾ ആ കുടുംബശ്രീ പ്രസ്ഥാനത്തെ വിജയിപ്പിക്കാൻ ഇപ്പോൾ ഓരോ വർഷം തോറും പുതിയ പുതിയ ആശയങ്ങളും പദ്ധതികളും നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമുക്ക് എത്ര കുടുംബശ്രീ യൂണിറ്റുകളും അതിലൊക്കെ കൂടി എത്ര അംഗങ്ങളുണ്ട്? നമ്മുടെ കേരളശ്ശേരി പഞ്ചായത്തിൽ 184 കുടുംബശ്രീ യൂണിറ്റുകളാണ് നിലവിലുള്ളത്. അതിൽ 2357 അംഗങ്ങളുണ്ട്. ഈ കുടുംബശ്രീ നിലവിൽ വന്നിട്ട് 25 വർഷം ആയെങ്കിലും നമ്മുടെ കേരളശ്ശേരി പഞ്ചായത്തിൽ വന്നിട്ട് 22 വർഷം. 2002 കുടുംബശ്രീ സംവിധാനം CDS നിലവിൽ വന്നത്. പൊതുവേ പിന്നെ അതുപോലെ SC അവർക്ക് മാത്രമായിട്ടൊരു കുടുംബശ്രീ പ്രസ്ഥാനം ഉണ്ട് തോന്നുന്നു അല്ലേ? കുടുംബശ്രീ പ്രസ്ഥാനത്തിലെ SC വിഭാഗത്തിന് മാത്രമായിട്ട് എത്രത്തോളം യൂണിറ്റിൽ വർക്ക് ചെയ്യുന്നത്? 19 യൂണിറ്റ് 100% SC അംഗങ്ങൾ മാത്രമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാ അംഗങ്ങളിലും കുടുംബശ്രീ യൂണിറ്റുകളിലും അംഗങ്ങളുണ്ട്. എങ്കിലും 100% SC കുടുംബശ്രീ 19 ഉണ്ട്. ഈ കുടുംബശ്രീ യൂണിറ്റുകളെല്ലാം, സംരംഭ യൂണിറ്റുകൾ എല്ലാം എത്ര യൂണിറ്റുകളായിട്ട് നമുക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട്? നിലവിൽ 22 യൂണിറ്റ് സംരംഭ മേഖലയായിട്ടുണ്ട്. 22 യൂണിറ്റും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ സാധാരണ പ്രാദേശികമായിട്ടുള്ള ടൈലറിങ് യൂണിറ്റ്, അച്ചാർ, അങ്ങനെയുള്ള യൂണിറ്റുകളൊക്കെ തന്നെയാണ് 22 വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ ജില്ലാ പഞ്ചായത്ത് പ്രോജക്റ്റുകളുണ്ട്. അതും ടൈലറിങ് യൂണിറ്റ് തന്നെയാണ്. ഫുഡ് പ്രോഡക്റ്റിൻ്റെ യൂണിറ്റുകൾ തന്നെയാണ്, അതും വർക്ക് ചെയ്യുന്നുണ്ട്.
കൃത്യമായ മോണിറ്ററിംഗ് സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ യൂണിറ്റുകളെല്ലാം സജീവമായി നിലനിൽക്കുന്നുണ്ടെന്നും 6ഓളം JLG ഗ്രൂപ്പുകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കാൻ കുടുംബശ്രീക്ക് ആയിട്ടുണ്ടെന്നും പ്രമീള പറഞ്ഞു. ഇപ്പോൾ ഈ കുടുംബശ്രീ വഴി ഒട്ടനവധി സാമൂഹ്യ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അതിനു മുമ്പേ ഈ യൂണിറ്റുകൾ പറഞ്ഞ പല കുടുംബശ്രീ യൂണിറ്റുകളും പല പഞ്ചായത്തുകളിലും രജിസ്റ്ററിലൊക്കെ യൂണിറ്റ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും. അത്തരത്തിലാണോ അതോ കൃത്യമായിട്ട് തന്നെ പ്രവർത്തിക്കുന്ന യൂണിറ്റുകളാണോ ഇപ്പോൾ നിലവിലുള്ളത്? ഇല്ല, കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന യൂണിറ്റുകൾ തന്നെയാണ്. നമ്മൾ അവരെ മാസം മോണിറ്ററിങ് ചെയ്യാനും അവരുടെ ടേൺ ഓവർ കണക്കിലെടുക്കാനും MECമാർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഫോൺ കോളിലൂടെ അല്ലെങ്കിൽ അവരെ പോയി കാണേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ പോയി കാണാറുണ്ട്. അവരെല്ലാ ഫോളോ അപ്പും ചെയ്യാറുണ്ട്. ഈ എല്ലാ യൂണിറ്റും കൃത്യമായിട്ട് ഫോളോ അപ്പ് ഉള്ള യൂണിറ്റുകൾ തന്നെയാണ്. അതുപോലെ തന്നെ കേരളശ്ശേരി പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഒരു കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന പഞ്ചായത്താണല്ലോ. ആ തരത്തിൽ തന്നെ ഈ JLG ഗ്രൂപ്പുകൾ എത്രത്തോളം JLG ഗ്രൂപ്പുകൾ നമുക്കിവിടെ പ്രവർത്തിക്കാൻ കഴിയുന്നത്? JLG ഗ്രൂപ്പുകൾ ഈ പറഞ്ഞ മാതിരി ഒരു 5-6 ഗ്രൂപ്പുകൾ മാത്രമാണ് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നതും അവർ ലോൺ എടുക്കുന്നുണ്ട്. അതുപോലെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ നാട്ടുചന്ത നടത്തുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും ചൊവ്വാഴ്ചയാണ് നാട്ടുചന്ത നടത്തുന്നത്. അപ്പോൾ അതിന് വേണ്ട പച്ചക്കറികളും ഈ JLG അംഗങ്ങൾ തന്നെയാണ് കൊണ്ടുവരുന്നത്. നാട്ടുചന്തയിൽ നമുക്ക് മറ്റേ പുറമ്പന്ത് വാങ്ങുന്ന പച്ചക്കറിക്ക് ലാഭമുണ്ടോ അതോ ഇപ്പോൾ എല്ലാവരും രാസവളം എന്ന് പറയില്ലെങ്കിൽ പറയാത്ത പച്ചക്കറി എന്ത് വേണമെങ്കിലും പറയും, ജൈവവളം കൊണ്ട് ഉണ്ടാക്കുന്നതൊക്കെ പറയുന്നു. അതുപോലെ ജൈവവളം കൊണ്ട് തന്നെ ഉണ്ടാക്കിയ പച്ചക്കറികൾ തന്നെയാണോ ഈ നാട്ടുചന്തയിൽ കിട്ടുന്നത്? തീർച്ചയായിട്ടും. കാരണം ഒത്തിരി അധികം വിഭവങ്ങളില്ലെങ്കിലും ഉള്ളത് നമ്മുടെ നാട്ടിൻപുറത്ത് ഉണ്ടാക്കുന്ന JLG അംഗങ്ങൾ കൃഷിക്കാരുണ്ടാക്കുന്ന പച്ചക്കറികൾ തന്നെയാണ് നാട്ടുചന്തയിൽ കൊടുക്കുന്നത്. ആരോഗ്യ, വിദ്യാഭ്യാസ, സാമൂഹിക, സാമ്പത്തിക മേഖലകളിൽ വിവിധ പ്രവർത്തനങ്ങൾ ഏകീകരിക്കാൻ കഴിഞ്ഞുവെന്നും വയോജനങ്ങൾക്കായി പ്രത്യേക പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടെന്നും ഒറ്റപ്പെട്ട വനിതകൾക്കായി പ്രത്യേക പദ്ധതികളും ഏർപ്പെടുത്താൻ കഴിഞ്ഞതായും പ്രമീള പറഞ്ഞു. കുടുംബശ്രീ പ്രസ്ഥാനം ഒരുപാട് സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ചുരുക്ക വിവരണം നമുക്ക് എല്ലാ മേഖലയിലും ഒന്ന് ടച്ച് ചെയ്തിട്ട് ഏതൊക്കെ മേഖലയിൽ കുടുംബശ്രീ പ്രവർത്തിക്കുന്നു എന്ന ഒരു വിവരണം നൽകാൻ കഴിയില്ലേ? തീർച്ചയായിട്ടും. ആരോഗ്യ, വിദ്യാഭ്യാസ, സാമൂഹിക, സാമ്പത്തിക മേഖലകളിൽ സ്ത്രീ ശാക്തീകരണം അല്ലെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നീ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് തന്നെയാണ് ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുന്നത്. ആരോഗ്യരംഗത്ത് വിവിധതരം മെഡിക്കൽ ക്യാമ്പുകൾ, പല ആശുപത്രികളുമായി ബന്ധപ്പെടുത്തി ഉള്ള മെഡിക്കൽ ക്യാമ്പുകൾ, FNHW പ്രവർത്തനങ്ങൾ, അതുപോലെ ഫുഡ് ഫെസ്റ്റുകൾ, ഓരോ കാലഘട്ടത്തിനനുസൃതമായി ഇപ്പോൾ കപ്പ ഫെസ്റ്റ് അങ്ങനെയുള്ള ഫുഡ് ഫെസ്റ്റുകൾ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ആരോഗ്യരംഗവുമായി ബന്ധപ്പെടുത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഉണ്ട്. വയോജന അയൽക്കൂട്ടം ഇപ്പം നിലവിൽ 2 അയൽക്കൂട്ടമാണ് ആക്റ്റീവായിട്ട് ചെയ്യുന്നത്. 3-ാം വാർഡിലും 5-ാം വാർഡിലും മാത്രമാണ് ഓരോ വയോജന അയൽക്കൂട്ടങ്ങൾ പ്രവർത്തിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് വയോജന സംഗമം, അതുപോലെ വയോജനങ്ങളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആൾക്കാരെ ഉൾപ്പെടുത്തി സ്നേഹിത കോളിംഗ് ബെൽ സംവിധാനം സാമൂഹിക മേഖലയുമായി ബന്ധപ്പെടുത്തി ചെയ്യാറുണ്ട്. അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്, ടെലി കൗൺസിലിംഗ്, അല്ലെങ്കിൽ തീരെ നിവൃത്തിയില്ലാത്ത ആൾക്കാരെ വീട്ടിൽ പോയിട്ട് കാണാറുണ്ട്. അവർക്ക് ആ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിറ്റി കൗൺസിലർ വർക്ക് ചെയ്യുന്നുണ്ട്. ആകെയുള്ളൊരു പോരായ്മ GRC സെൻറ്റർ നമുക്ക് സ്വന്തമായിട്ടില്ല. കുടുംബശ്രീക്ക് മാത്രമായിട്ട് GRC സെൻറ്റർ ഇല്ല. അത്തരത്തിലുള്ള ആളെ നമ്മൾ സൗകര്യം എവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്? ഇപ്പം ബോർഡ് മീറ്റിംഗ് ഹാളിൽ തന്നെയാണ് അങ്ങനെയുള്ള കൗൺസിലിംഗ് വരുന്ന സമയത്ത് സംസാരിക്കാറ്. തീർച്ചയായിട്ടും. ആഴ്ചയിൽ ഒരു ദിവസമാണ് അവർക്കുള്ള ഡേറ്റ്. അതല്ല, നമുക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും കേസുകൾ ഉണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവർ വരും. അങ്ങനെ ഒരു കൗൺസിലിംഗ് വയ്ക്കുമ്പോൾ ഒരു മാനസിക സംഘർഷം ഒഴിവാക്കാൻ വേണ്ടിയുള്ള അത്തരം കൗൺസിലിംഗ് വയ്ക്കുന്നത്, അത് പേര് പറയാന്നല്ല, അത്തരം കൗൺസിലിംഗ് പ്രയോജനപ്പെടുത്താറുണ്ടോ?
തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾ വന്ന സമയത്ത് അങ്ങനെയൊന്നും കേസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആക്റ്റീവായിട്ട് കമ്മ്യൂണിറ്റി കൗൺസിലർ നമുക്ക് ഉണ്ടായിരുന്നില്ല. ഒരു 6 മാസങ്ങൾക്ക് ശേഷമാണ് അവർ ചാർജ് എടുത്തത്. അപ്പോൾ അവർ വരുന്ന സമയത്ത് നമുക്കിങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്ന് ക്ലസ്റ്റർ മീറ്റിങ്ങുകളിലും വാർഡ് തലത്തിലുള്ള എല്ലാ മീറ്റിങ്ങുകളിലും പറയും. അവരുടെ നമ്പർ കൊടുക്കുമ്പോൾ അധികവും വരുന്നത് ടെലി കൗൺസിലിങ്ങാണ്. കാരണം അവർക്ക് വരാനുള്ളൊരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ അറിയുമോ എന്നുള്ളൊരു മടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഫോൺ കോളിലൂടെയാണ് അധികവും കൗൺസിലിംഗ് നടക്കുന്നത്. അല്ലാത്ത ആൾക്കാർ ഡയറക്റ്റായിട്ടും ചെയ്യാറുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ ഏതെല്ലാം രീതിയിലാണ് കുടുംബശ്രീ ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്? വിദ്യാഭ്യാസ മേഖലയിൽ സ്കൂളുകൾ, കോളേജുകൾ കേന്ദ്രീകരിച്ച് ജെൻഡർ ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ലിംഗനീതി, ലിംഗസമത്വം എന്നിവ ഇന്നത്തെ തലമുറയ്ക്ക് കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ള ജെൻഡർ സെൻസിറ്റൈസേഷൻ പ്രോഗ്രാമുകൾ, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ, സെമിനാറുകൾ, അതുപോലെ ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സ്കൂളിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ മേഖലയുമായിട്ട് നമ്മളൊരു വലിയൊരു ക്യാമ്പയിനായിരുന്നു തിരികെ സ്കൂൾ. അപ്പോൾ തിരികെ സ്കൂൾ നല്ല രീതിയിൽ തന്നെ 92.34% ജനപങ്കാളിത്തത്തോടുകൂടെ, കുടുംബശ്രീ അംഗങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടെ വൻ വിജയമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ വിവിധ സ്കൂളുകൾ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹോളി ഫാമിലി സ്കൂൾ, വടശ്ശേരി സ്കൂള്, APS വടശ്ശേരി, അതുപോലെ SN കോളേജ് കുണ്ടശ്ശേരി, ഹൈസ്കൂൾ, അങ്ങനെ 4 സ്കൂളുകൾ കേന്ദ്രീകരിച്ചിട്ട് 4 ദിവസമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല സപ്പോർട്ടായിരുന്നു. കുടുംബശ്രീ അംഗങ്ങളുടെ മാത്രമല്ല, ഭരണസമിതിയുടെയും അതുപോലെ എല്ലാവരുടെയും നല്ല സപ്പോർട്ടോടുകൂടെ, നല്ല പങ്കാളിത്തത്തോടുകൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ മറ്റൊന്നാണ് എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം. എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം. നമുക്കൊരു CRP ഉണ്ട്. അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ വാർഡുകളിലും ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആൾക്കാരെ ഈ ഒരു DWMS എന്നൊരു ആപ്പിൽ ഡൗൺലോഡ് ചെയ്തിട്ട് അവർക്ക് ജോലിക്കുള്ള സാധ്യതകൾ കണ്ടെത്തി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തൊഴിൽ സഭ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നോളജ് ഇക്കണോമി മിഷൻ്റെ നേതൃത്വത്തിൽ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ, ജില്ലാ മിഷൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ പങ്കെടുത്ത 70-80 ആൾക്കാർ 70-ൽ കൂടുതൽ ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. 6 പേർക്ക് ജോലി ഒരു സ്ഥിരമായിട്ട് ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്. നമ്മുടെ പാലക്കാട് ജില്ലയിലല്ലാതെ വിവിധ ജില്ലകളിലായിട്ട് പോകുന്നുണ്ട്. അതുപോലെ DDU-GKBൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ ഫ്രീ കോഴ്സസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിലും പോയിട്ട് പങ്കെടുക്കുന്നുണ്ട്. അതിൽ ജോലി കിട്ടിയ ആൾക്കാരും ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന്, ഈ കലാകായിക രംഗത്ത് പിന്നെ സ്ത്രീ പങ്കാളിത്തം അല്ലെങ്കിൽ കുടുംബശ്രീയുടെ പങ്കാളിത്തം ഏതൊക്കെ വിധത്തിൽ നടക്കുന്നുണ്ട്? ഇവിടെയൊക്കെ വാർഷികങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ, അതുപോലെ മത്സരങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ചൂട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് നടന്നിരുന്ന പദ്ധതിയാണ്. അത്തരത്തിലുള്ള ഒരു പങ്കാളിത്തം എങ്ങനെയാണ്? ചുവട് 2023 കുടുംബശ്രീ 25-ാം വാർഷികത്തോടനുബന്ധിച്ച് അതിൻ്റെ തുടക്കമായിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല രീതിയിൽ എല്ലാ വാർഡിലും സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് 25-ാം വാർഷികം അരങ്ങ് എന്ന പേരിൽ നടത്തിയിരുന്നത്. ഇവിടെ സൗപർണിക ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു. നല്ല പങ്കാളിത്തത്തോടുകൂടെ മികച്ച രീതിയിൽ നടത്താനായിട്ട് സാധിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ വാർഡിലും ADS വാർഷികങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നല്ല കലാകായിക പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ബ്ലോക്ക് തല അരങ്ങിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റും സെക്കൻഡും കിട്ടിയ ഗ്രൂപ്പുകാരുണ്ട് നമ്മുടെ പഞ്ചായത്തിൽ. ലാസ്റ്റാണ് കുടുംബശ്രീ പാലക്കാട് ജില്ലാ മിഷൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പാട്ടുത്സവത്തിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. 50ഓളം അംഗങ്ങൾ ഞങ്ങൾ ഇവിടുന്ന് കാണാനും പോയിട്ടുണ്ടായിരുന്നു. 2 പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ഒരു കൈപ്പുസ്തകം തയ്യാറാക്കുന്ന പോലൊരു പരിപാടി ഉണ്ടല്ലോ, രചന അല്ലേ? അതെന്താണ് അതിൻ്റെ കാര്യങ്ങൾ? കുടുംബശ്രീയുടെ 25 വർഷത്തെ പ്രവർത്തനങ്ങൾ കോർത്തിണക്കി കുടുംബശ്രീയുടെയും പഞ്ചായത്തിൻ്റെയും വികസന പ്രവർത്തനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഒരു കൈപ്പുസ്തകം അത് ഏകദേശം റെഡി ആയിട്ട് വരുന്നു. അപ്പോൾ ഈ അടുത്തന്നെ ഒരു 2 ദിവസത്തിനുള്ളിൽ പ്രസിദ്ധീകരിക്കാൻ പറ്റും എന്നാണ് പ്രതീക്ഷ. കൗൺസിലിംഗ് ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനവും സജീവമായി നിലനിർത്താനായി എന്നും ഇതിൽ ഭരണസമിതിയുടെ ഇടപെടൽ സജീവമാണെന്നും ഒപ്പം ബാലസഭയുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനായി
എന്നും പ്രമീള പറഞ്ഞു. അതുപോലെ ഈ ജാഗ്രതാ സമിതി പ്രവർത്തനം കുടുംബശ്രീ വഴിയാണല്ലോ ഇപ്പോൾ നടപ്പാക്കുന്നത്. അപ്പോൾ ഈ ജാഗ്രതാ സമിതിയിൽ വല്ല കേസുകൾ തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിൽ കേസുകൾ വല്ലതും വരാറുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ നടപടികളാണ് ഇതിൻ്റെ പിന്നിൽ സ്വീകരിക്കുന്നത്? നമ്മൾ ICDSൻ്റെ നേതൃത്വത്തിൽ ജാഗ്രതാ സമിതി യോഗം കൂടാറുണ്ട്. അങ്ങനെ വലിയ കേസുകളൊന്നും അങ്ങനെ വന്നിട്ടില്ല. കാരണം കേസുകളില്ലാതെ അല്ല, റിപ്പോർട്ട് ചെയ്യപ്പെടാതെയാണ്. കാരണം മടി കാരണം, മറ്റുള്ളവർ അറിയുന്നുള്ളൊരു പേടി, അങ്ങനെ പല കേസുകളും അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത്. അതിൻ്റെ ഭാഗമായിട്ട് വിജിലൻ്റ് ഗ്രൂപ്പുകളുണ്ട്. നമ്മുടെ വാർഡുകൾ തോറും വിജിലൻ്റ് ഗ്രൂപ്പുകളുണ്ട്. ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അവരാണ് ഇടപെടുക. അപ്പോൾ അവർക്ക് അവരുടെ കയ്യിൽ നിൽക്കാത്ത കാര്യങ്ങൾ നമ്മൾ കമ്മ്യൂണിറ്റി കൗൺസിലറെ അറിയിക്കും. അവർ കൗൺസിലിംഗ് ചെയ്തിട്ട് അവരുടെ കയ്യിൽ നിൽക്കാത്ത കേസുകൾ സ്നേഹിതയിലേക്ക് റെഫർ ചെയ്യാറുണ്ട്. ചില കേസുകൾ പോലീസിന് കൈമാറാറുണ്ട്. അങ്ങനെ 1-2 കേസുകൾ നമ്മൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. നല്ല രീതിയിൽ പോകുന്നുണ്ട്. നമ്മൾ ഈ സർക്കാർ ഓരോ സംവിധാനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് പ്രയോജനപ്പെടുത്തുകൂടി വേണമല്ലോ. അത്തരത്തിലേക്ക് അത് പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്നാണ് നമ്മൾ ചോദിച്ചത്. നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. കമ്മ്യൂണിറ്റി കൗൺസിലറുടെ സേവനം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയുന്നുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റി കൗൺസിലർ ഹേമ എന്നാണ് അവരുടെ പേര്. അവർ പേഴ്സണലി കൗൺസിലിംഗ് ചെയ്യുന്ന ആളുകൂടെയാണ്. അവർ കടമ്പഴിപ്പുറത്താണ് സെൻറ്റർ. പക്ഷേ നല്ല രീതിയിൽ നമ്മുടെ കേരളശ്ശേരി പഞ്ചായത്തിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. എല്ലാ മെമ്പർമാരും ഇങ്ങനെ എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ ആദ്യം അവരെയാണ് വിളിക്കുക. ഡയറക്റ്റായിട്ട് അവരെ തന്നെയാണ് വിളിക്കുക. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. മറ്റ് കുടുംബശ്രീ പ്രവർത്തനങ്ങൾ ബാലസഭ, വിദ്യാർത്ഥികൾക്ക് വേണ്ടി അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി, അതുപോലെ കൗമാര പ്രായക്കാർക്ക് വേണ്ടി എന്തൊക്കെ പദ്ധതികളാണ് നടപ്പാക്കുന്നത്? കുട്ടികൾക്ക് വേണ്ടിയുള്ളത് ബാലസഭ പ്രവർത്തനം തന്നെയാണ്. നല്ല രീതിയിൽ ബാലസഭ ചില വാർഡുകളിൽ മാത്രമാണ് നല്ല പ്രവർത്തനം. പക്ഷേ ഉള്ള വാർഡിൽ നല്ല ആക്റ്റീവായിട്ട് കുട്ടികൾ ചെയ്യുന്നുണ്ട്. ബാലസഭ കുട്ടികൾക്ക് വേണ്ടി സർഗോത്സവം പരിപാടി സംഘടിപ്പിക്കാറുണ്ട്. അതുപോലെ ശിശുദിനം, ഈസി എക്സാം പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കേരളശ്ശേരി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു 1-ാം വാർഡിൽ നിന്നും 13-ാം വാർഡിൽ നിന്നൊക്കെ ഇവിടെ എത്താനുള്ളൊരു ബുദ്ധിമുട്ട് നല്ലുണ്ട്. അത് മാത്രമല്ല, പിന്നെ കുട്ടികളിവിടെ എത്തിക്കാനുള്ള ഒരു പരിമിതിയും നല്ലുണ്ട്. അപ്പോൾ ഞങ്ങൾ വാർഡ് തലത്തിൽ പോയിട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ ഒരു വാർഡിൽ മാത്രമായിട്ട് വാർഡ് തലത്തിലും പോയിട്ട് ചെയ്യാറുണ്ട്. ഇവിടെ എത്തിക്കാൻ പറ്റുന്ന സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്തിക്കാറുണ്ട്. രണ്ട് വർഷം കൊണ്ട് തന്നെ 20 ലക്ഷം രൂപ വരെ ലിങ്കേജ് ലോൺ അനുവദിക്കാൻ കഴിഞ്ഞുവെന്നും ഏകദേശം 5 കോടിയുടെ ലിങ്കേജ് ലോണുകൾ നൽകാനായതായും പ്രമീള പറഞ്ഞു. ഇപ്പോൾ മാഡം 2 വർഷമായല്ലോ ചെയർപേഴ്സൺ എന്ന നിലയിൽ. അപ്പോൾ നമുക്ക് ഈ സ്വയം സംരംഭത്തെ യൂണിറ്റുകൾ ഒരുപാട് തുടങ്ങിയിട്ടുണ്ട്. JLG ഗ്രൂപ്പുകളുണ്ട്. ഒരുപാട് സാമ്പത്തിക മേഖലയിൽ ഏകദേശം ഈ 2 വർഷം കൊണ്ട് എത്രത്തോളം നമുക്ക് ലിങ്കേജ് വായ്പകൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണല്ലോ എല്ലാ പ്രവർത്തനങ്ങളും. സ്ത്രീകൾ സ്വന്തം കാലിൽ നിൽക്കണം, മുന്നോട്ട് വരണം എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെയാണ് ലിങ്കേജ് വായ്പകൾ കൊടുക്കുന്നത്. ഓരോ കുടുംബശ്രീയും 20 ലക്ഷമാണ് ഇപ്പോൾ ലീസ്റ്റ്. ഏറ്റവും കൂടുതൽ എടുത്തിട്ടുള്ളത് 20 ലക്ഷം രൂപയാണ്. അവരതിൽ സ്വയം സംരംഭങ്ങൾ തുടങ്ങുന്നുണ്ട്. ഇപ്പം ഈ 2 വർഷത്തെ കണക്കെടുക്കുകയെന്നുണ്ടെങ്കിൽ 4,94,42,000 രൂപ ലിങ്കേജ് ലോണ് മാത്രം കൊടുത്തിട്ടുണ്ട്. അതെ, 184 കുടുംബശ്രീക്കായി 115 ഗ്രൂപ്പുകളിലും ലിങ്കേജ് എടുത്തിട്ടുണ്ട്. ആ എമൗണ്ടാണ് 4,94,42,000 രൂപ. അതിന് പുറമെ 22 സംരംഭ യൂണിറ്റുകളുണ്ട്. ഉപജീവന മാർഗവുമായി ബന്ധപ്പെട്ട് 22 ആട്, പശു, കോഴി വളർത്തൽ സംരംഭങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ മോണിറ്ററിങ് ചെയ്യാനായിട്ട് CRPമാരുണ്ട്. നല്ല രീതിയിൽ പ്രവർത്തനം. ഈ വായ്പകളുടെ തിരിച്ചടവിൻ്റെ രീതി എങ്ങനെയാണ്? അത് നമ്മൾ കൊടുത്ത മാത്രം പറഞ്ഞതല്ലല്ലോ. ചില ഗ്രൂപ്പുകൾ നല്ല രീതിക്ക് തിരിച്ചടയ്ക്കും.
മൃഗസംരക്ഷണ മേഖലയിലും വനിതകൾക്കായി പ്രത്യേക പദ്ധതികൾ നടപ്പിൽ വരുത്തിയിട്ടുണ്ടെന്നും ഒട്ടനവധി സ്ത്രീകൾ ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നും പ്രമീള പറഞ്ഞു. പഞ്ചായത്തിൽ ഏകദേശം 200 ഗ്രൂപ്പെങ്കിലും നടപ്പിലാക്കണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നും പ്രമീള പറഞ്ഞു. ഈ മൃഗസംരക്ഷണ മേഖലയ്ക്ക് നമ്മൾ പ്രത്യേകം ഫണ്ട് നീക്കി വയ്ക്കുന്നുണ്ട്. അത് ഏതൊക്കെ വിഭാഗത്തിൽപ്പെടുന്ന ഇപ്പം നിലവിൽ ഏതൊക്കെ വിഭാഗത്തിൽപ്പെടുന്ന കൃഷി രീതിയാണ് അവലംബിക്കുന്നത്? പശു, ആട്, കോഴി വളർത്തലിനായിട്ട് ജില്ലാ മിഷൻ തന്ന ഫണ്ടാണ്. ആ ഫണ്ട് നമ്മൾ ആവശ്യക്കാർക്ക് തിരിച്ച് കൊടുക്കും. അവർ തിരിച്ച് വരുന്നതനുസരിച്ച് അടുത്ത ഗ്രൂപ്പുകാർക്കും കൊടുക്കുക. റിവോൾവിംഗ് ആണ്. അപ്പോൾ തിരിച്ച് വരുന്നതനുസരിച്ചിട്ട് നമ്മൾ അപേക്ഷ വരുന്ന മുറയ്ക്ക് CDS ഭരണസമിതിയിൽ വെച്ച് അംഗീകരിച്ചിട്ട് കൊടുക്കും. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് ആ യൂണിറ്റുകളൊക്കെ പുറത്ത് പോയിക്കൊണ്ട്? തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെയാണ്. അതിലൂടെ വരുമാന മാർഗം കണ്ടെത്തുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട്, കുടുംബശ്രീ അംഗങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് CEFഉം ജില്ലാ മിഷന് കിട്ടിയ ഫണ്ടാണ്. അത് തിരിച്ചടവ് വരുന്നതനുസരിച്ചിട്ട് അടുത്ത ഗ്രൂപ്പുകാർക്ക് കൊടുക്കും. റിവോൾവിംഗ് ആണ് രണ്ടും. നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ സ്ത്രീകളെയും കുടുംബശ്രീ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് അവകാശപ്പെടാൻ കഴിയും? ഒരിക്കലും അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം 2357 അംഗങ്ങൾ മാത്രമാണ് നിലവിൽ കുടുംബശ്രീ അംഗങ്ങൾ. ഇനിയും കുടുംബശ്രീ ഗ്രൂപ്പുകൾ രൂപീകരിക്കാനുണ്ട്. പല ആൾക്കാരും കുടുംബശ്രീ സംവിധാനത്തിന് പുറത്താണ്. അപ്പം ഇനി 1 വർഷം കൂടിയേ ഉള്ളൂ ചാർജ്. അപ്പോൾ ആ വർഷം ആകുമ്പോഴത്തേനും 200 എണ്ണം തയ്ക്കണമെന്നാണ് ആഗ്രഹം. 184 പുതിയത് 51 ഗ്രൂപ്പ് പുതിയതായിട്ട് രൂപീകരിച്ചു 2 വർഷം കൊണ്ട്. ഇനി ഈ കാലാവധി ഈ CDS ഭരണസമിതി തീരുമ്പോഴത്തേനും 200 ഗ്രൂപ്പെങ്കിലും ആക്കണം എന്നാണ് ആഗ്രഹം. സാമ്പത്തിക മേഖലയിൽ ഒട്ടനവധി പദ്ധതികൾ നടപ്പിൽ വരുത്തിയിട്ടുണ്ടെന്നും കൂടുതൽ അംഗങ്ങൾ കുടുംബശ്രീയിൽ അംഗമാവണമെന്നും ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം പ്രശംസനീയമാണെന്നും കൃത്യമായ ഇടപെടലുകളാണ് ഹരിതകർമ്മസേന നിർവഹിക്കുന്നതെന്നും മാലിന്യ സംസ്കരണത്തിനായുള്ള പ്രത്യേക പദ്ധതികൾ തന്നെ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ നടക്കുന്നതായും പ്രമീള കൂട്ടിച്ചേർത്തു. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു, ഏകദേശം നമ്മളൊരു കണക്കിൽ ഒരു 7000-8000 എങ്കിലും ഈ പഞ്ചായത്തിൽ സ്ത്രീകൾ ഉണ്ടാവേണ്ടതാണ്. അതിൻ്റെ ഒരു 4% മാത്രമേ ഇപ്പോൾ പറഞ്ഞ കണക്കിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ കുടുംബശ്രീ വഴി ഒരുപാട് പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടി ഒട്ടനവധി പദ്ധതി നടപ്പാക്കുന്നുണ്ട്. സ്ത്രീകൾ മാത്രമല്ല, കുട്ടികൾക്കും അതുപോലെ വൃദ്ധജനങ്ങൾക്കൊക്കെ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഈ പഞ്ചായത്തിൽ CDS ചെയർപേഴ്സൺ എന്ന നിലയിൽ നമ്മുടെ സഹോദരിമാരോട് എന്താണ് സംസാരിക്കാം? പകുതിയിലധികം ആൾക്കാർ ഇപ്പോഴും പുറത്ത് തന്നെയാണ്. അപ്പോൾ അവരെ കൂടെ ഈ സംവിധാനത്തിൽ ഉൾപ്പെടുത്തണം, അവർക്കും കൂടെ ആനുകൂല്യങ്ങൾ ലഭിക്കണം എന്നാണ് പേഴ്സണലി ആഗ്രഹം. അതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷം 2023-24 സാമ്പത്തിക വർഷം പാലക്കാട് ബ്ലോക്കിനെ SVEP ബ്ലോക്കായിട്ട് പരിഗണിച്ചിട്ടുണ്ട്. അതിൻ്റെ ആദ്യഘട്ട പ്രവർത്തനം എന്ന നിലയിൽ DPR തയ്യാറാക്കൽ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ CEF കൊടുക്കുന്നത് കുടുംബശ്രീ അംഗങ്ങൾക്ക് മാത്രമാണ്. ഇനിയിപ്പോൾ SVEP നമുക്ക് ഫണ്ട് ലഭിച്ചു കഴിഞ്ഞാൽ കുടുംബശ്രീ അംഗങ്ങൾക്ക് മാത്രമല്ലാതെ കുടുംബശ്രീ കുടുംബാംഗങ്ങൾക്കും സംരംഭം തുടങ്ങാനുള്ള ഫണ്ട് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും. അപ്പോൾ അത് ആ ആനുകൂല്യം കിട്ടണമെങ്കിൽ കുടുംബശ്രീയിൽ അംഗമാവണമല്ലോ. അപ്പോൾ എല്ലാവരും അത് പ്രയോജനപ്പെടുത്തി എല്ലാ ആൾക്കാരും കുടുംബശ്രീയുടെ സംവിധാനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി കുടുംബശ്രീയിൽ അംഗമാവണം എന്നാണ് പറയാനുള്ളത്. ഈ തിരികെ സ്കൂൾ എന്നുള്ളത് നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുന്നല്ലോ, അതിന് ശേഷം ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും തിരികെ സ്കൂൾ ക്യാമ്പയിൻ കഴിഞ്ഞതിന് ശേഷമാണ് JLG എണ്ണം കൂടിയതും JLG അംഗങ്ങൾ സജീവമായിട്ട് ഇറങ്ങിയത്. അതുപോലെ കോഴി പശു വളർത്തൽ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അറിയണത് തന്നെ അവരപ്പോഴാണ്.
അതിനുശേഷമാണ് കുറച്ചധികം ലോൺ അധികം കൊടുക്കാനായിട്ട് പറ്റിയത്. ലിങ്കേജ് വായ്പ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള സാമ്പത്തിക പദ്ധതികളാണ് മുറ്റത്തെ മുല്ല, CF, CIF, റിവോൾവിംഗ് ഫണ്ട്, മാച്ചിങ് ഗ്രാൻഡ്, ഇതുപോലൊരു പുതിയൊരു പദ്ധതിയാണ് വാർഡുകൾക്ക് കൊടുക്കുന്ന VRF ഫണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ കുടുംബശ്രീ അംഗങ്ങളെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. മുറ്റത്തെ മുല്ല മികച്ച രീതിയിൽ തന്നെ എല്ലാ വാർഡിലും മുറ്റത്തെ മുല്ല ഇല്ല, 8 ഗ്രൂപ്പ് മാത്രമേ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. ഉള്ള ഗ്രൂപ്പ് മികച്ച രീതിയിൽ ചെയ്തു പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നാടിൻ്റെ തന്നെ മുഖച്ഛായ മാറ്റുന്ന ഒരു പ്രസ്ഥാനമാണ് ഹരിതകർമ്മസേന. കുടുംബശ്രീ വഴി നടപ്പാക്കുന്ന ആ പദ്ധതി, ആ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം, അല്ലെങ്കിൽ ഏകദേശം എത്രത്തോളം അംഗങ്ങളുണ്ട്, അവരുടെ പ്രവർത്തനത്തെ ഒന്ന് വിലയിരുത്താൻ പറ്റും? മാലിന്യ സംസ്കരണ രംഗത്ത് മികച്ച പ്രകടനം തന്നെയാണ് കേരളശ്ശേരിയിലത്തെ ഹരിതകർമ്മസേന അംഗങ്ങൾ കാഴ്ചവെക്കുന്നത്. എല്ലാ മാസവും കറക്റ്റായിട്ട് എല്ലാ വീടുകളിലും അവരെത്താറുണ്ട്. യൂസർ ഫീയുടെ കാര്യത്തിൽ ചെറിയൊരു കുറവ് വരുന്നുണ്ടെങ്കിലും അവർ കറക്റ്റായിട്ട് എല്ലാ മാസവും എല്ലാ വീടുകളിലും എത്താറുണ്ട്. കറക്റ്റായിട്ടുള്ള മോണിറ്ററിങ് എല്ലാ മാസവും നടത്താറുണ്ട്, റിപ്പോർട്ട് അവതരിപ്പിക്കാറുണ്ട്. മികച്ച രീതിയിൽ തന്നെ അവരുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. 16 അംഗങ്ങളാണ് നിലവിൽ ഉള്ളത്. 16 അംഗങ്ങളേ ഉള്ളൂ. അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വണ്ടി അല്ലെങ്കിൽ മറ്റേ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എല്ലാം കറക്റ്റ് തന്നെയാണ്? അതെ. അതിന് ഈ ഒരു മേഖലയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാലിന്യ സംസ്കരണത്തിന് തന്നെ നല്ലൊരു ഫണ്ട് പഞ്ചായത്തിൽ നിന്ന് മാറ്റിവെക്കാറുണ്ട്. എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. വണ്ടി, സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള വണ്ടി ഉണ്ട്. അതുപോലെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. മികച്ച പ്രകടനം തന്നെ നമുക്ക് ഹരിതകർമ്മസേനയ്ക്ക് കാഴ്ചവെക്കാൻ കഴിയുന്നുണ്ട് തന്നെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് 16 അംഗങ്ങളെ ഉള്ളൂ എങ്കിലും എല്ലാ വാർഡിലും കറക്റ്റായിട്ട് എത്താറുണ്ട്, എല്ലാ മാസം എത്താറുണ്ട്. സെഗ്രിഗേഷൻ നന്നായിട്ട് നടക്കുന്നു. ഞങ്ങൾ വരുന്നേ പ്ലാസ്റ്റിക്
ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ആനമല വീട്. തിരുവില്ലാമലയിലെ ഏറ്റവും മികച്ച അതിഥി മന്ദിരത്തിലേക്ക് സ്വാഗതം. തിരുവില്ലാമലയിലും പരിസരത്തുമെത്തുന്ന സന്ദർശകർക്കും വിവിധ ചടങ്ങുകൾക്കും അനുയോജ്യമായ ഒരിടം. വിവാഹം, പിറന്നാൾ ആഘോഷം, കമ്പനി മീറ്റിംഗുകൾ, പരിശീലനങ്ങൾ, പൂർവ്വ വിദ്യാർത്ഥി സംഗമം തുടങ്ങി ചടങ്ങുകൾ എന്തുമാകട്ടെ, പാരമ്പര്യവും ആധുനികതയും സമ്മേളിക്കുന്ന ആനമല ഹോം സ്റ്റേസ് അതിനെ അവിസ്മരണീയമാക്കുന്നു. 10 മുതൽ 12 പേർക്ക് വരെ താമസിക്കാനുള്ള AC മുറികൾ, വീട്ടിലെ ഭക്ഷണം, കാർ പാർക്കിംഗ് സൗകര്യം, ചെറിയ ചടങ്ങുകൾക്കുള്ള ഹാൾ തുടങ്ങി എല്ലാ സൗകര്യങ്ങളോടും കൂടി പ്രകൃതിയുടെ തനത് സൗന്ദര്യം ചോരാതെ ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ആനമല വീട്. ആനമല ഹോം സ്റ്റേസ്, കാട്ടുകുളം, തിരുവില്ലാമല. ജനഹൃദയങ്ങളിൽ ഇടം നേടിയ വിജയ ലോക്സ് ആൻഡ് പൈപ്സ് ഏകദേശം 3 തലമുറകളുടെ സേവന പാരമ്പര്യവുമായി 77 വർഷം പിന്നിടുന്നു. കേരളത്തിന് അകത്തും പുറത്തും ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തേക്കും സേവനം ആരംഭിച്ചിരിക്കുന്നു. ഡോർ ലോക്സിന് പുറമെ 20 കൊല്ലത്തോളമായി ലാക്ഫ്ലെക്സ് എന്ന ബ്രാൻഡോടുകൂടി ഫ്ലെക്സിബിൾ പൈപ്പ് നിർമ്മാണ രംഗത്തും മികവ് തെളിയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഗാർഹിക, വ്യവസായിക, കൃഷി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഫ്ലെക്സിബിൾ ഹോസുകളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പരമ്പരാഗത ശൈലിയിൽ കിണറുകളിൽ നിന്ന് കുടിവെള്ളം പ്രകൃതി തരുന്ന എല്ലാ മൂല്യത്തോടും കൂടെ ഏറ്റവും പരിശുദ്ധമായി അടുക്കളയിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ ക്വാളിറ്റിയിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെയാണ് പൈപ്പുകൾ ഇവിടെ നിർമ്മിക്കുന്നത്. 1/2 ഇഞ്ച് മുതൽ 4 ഇഞ്ച് വരെ വ്യാസമുള്ള ഉറപ്പും മികവും ഗുണമേന്മയും ഒത്തുചേർന്ന് 30 മീറ്റർ നീളമുള്ള പൈപ്പുകൾ ഉൽപ്പാദിപ്പിക്കുന്നതോടൊപ്പം നീളം കുറഞ്ഞ കട്ട് പീസുകളും മിതമായ നിരക്കിൽ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നു. കർഷകർക്ക് എന്നും ഒരു കൈത്താങ്ങായി വിജയ ലോക്സ് ആൻഡ് പൈപ്സ് ബിഹൈൻഡ് ഗസീബോ ഹെറിറ്റേജ്, കൊളപ്പുള്ളി, ഷൊർണൂർ.